ഹായ്, ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ധാരാളം പേർക്ക് ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്തറിഞ്ഞ് സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തത് മൂലം എനിക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സിനെയും ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. പുതിയ വീഡിയോ ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ചാണ്. നമ്മൾ ചില ഫയലുകൾ നമ്മൾ ഫോണിൽ സ്റ്റോർ ചെയ്യുന്നു, ചിലവ നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യും. ഫോണിൽ സേവ് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടറിൽ ലഭിക്കണം, ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് നമുക്ക് ഫോണിൽ ആവശ്യമായി വരും. ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഗൂഗിൾ ഡ്രൈവ് തരുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് സ്പേസ് ആണ്. അതായത് ഇന്റർനെറ്റിലെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഗൂഗിള് സൗജന്യമായിട്ട് തന്നിരിക്കുകയാണ്. അത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാം, നമ്മുടെ ഫയലുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അറിയാൻ പാടില്ലാത്തവർ അത് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പം ഗൂഗിൾ ഡ്രൈവിൻ്റെ നമ്മൾ ധാരാളം ഫയലുകൾ ഉപയോഗിക്കാറുണ്ട്. പലതരത്തിൽപ്പെട്ട ഫയലുകൾ ഉപയോഗിക്കും. PDF, ഇമേജ് ഫയലുകൾ, ഷീറ്റുകൾ, പാട്ടുകൾ, അങ്ങനെ ധാരാളം നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡ്രൈവിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പോലെ പലതരത്തിൽപ്പെട്ട ഫയലുകൾ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം. അതുപോലെ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യം അവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇങ്ങനെ ധാരാളം ഫയലുകൾ ഉള്ളപ്പോൾ ചില അവസരങ്ങളിൽ നമുക്കത് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എഡിറ്റ് ചെയ്യണ സാധാരണ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് എടുത്ത് കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഗൂഗിൾ ഡ്രൈവിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു എഡിറ്റിംഗ് ഫീച്ചറാണ് എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്. നമുക്ക് നോക്കാം ഈ ഗൂഗിൾ ഡ്രൈവിൽ നിന്നുകൊണ്ട് തന്നെ PDF ഇമേജ് ഫയലുകൾ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്നുള്ളത്. കമ്പ്യൂട്ടറിലെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് അഡ്രസ് ബാറിൽ drive.google.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. ഇപ്പം നമുക്ക് നേരിട്ട് 15 GB സ്പേസാണ് ഗൂഗിൾ ഡ്രൈവ് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നത്. അപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമുക്ക് പല ഫോൾഡറുകളും ഫയലുകളും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും പുതിയ ഫയലുകളിലെ ഒരു തംബ്നെയിൽ വ്യൂവും നമുക്ക് മുകളിലായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. PDF ഡോക്യുമെൻ്റ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പുകളിൽപ്പെട്ട ഫയലുകൾ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം. ഇതിൽ ഒരു PDF ഡോക്യുമെൻ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ PDF-നകത്ത് എത്ര പേജസ് ഉണ്ടോ അതനുസരിച്ച് പേജ് ലോഡായിട്ട് വരുവാനായിട്ട് ഉള്ള സമയം കൊടുക്കേണ്ടതാണ്. ഇത് ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ PDF ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ പ്രധാന പ്രയോജനം നമുക്കിത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു PDF ഡോക്യുമെൻറ്റിലെ കണ്ടൻറ്റ് നമ്മുടെ ആവശ്യാനുസരണം അവിടെ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് ഡ്രൈവിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നതിനാൽ നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡ്രൈവിനുള്ളിൽ ഈ ഗൂഗിൾ ഡോക്ക് ആയിട്ടുള്ള ഫോർമാറ്റിൽ സേവ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇപ്പം നമ്മളിവിടെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി അവിടെ സേവ് ടു ഡ്രൈവ് ഇടയ്ക്ക് എഴുതി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. ഞാൻ ഈ ടാബ് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതേ പേരിൽ തന്നെ ഒരു ഗൂഗിൾ ഡോക്ക് ഫയൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഫയൽ പാർട്സ് എന്നാണ് ഞാൻ പേര് കൊടുത്തിരുന്നത്. അതുകൊണ്ട് parts.google.doc ആയിട്ടാണ് പുതിയ ഫയൽ അവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്കിനി ഒരു ഇമേജ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇമേജ് ഫയൽ നേരെ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അത് ഇമേജ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയായിട്ടാണ്. ഇവിടെ ഒരു കൊറോണ വൈറസിൻ്റെ സാഹചര്യത്തിൽ വിസിറ്റേഴ്സിനുള്ള ഒരു ഗൈഡ് ലൈൻസ് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചറാണ്. അത് ഞാൻ ക്ലോസ് ചെയ്തു. ഇനി ഞാൻ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ പടം ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. കാരണം ഇത് ഓപ്പണായിട്ട് വരുന്ന സാഹചര്യത്തിൽ അവിടെ മുകളിൽ യഥാർത്ഥത്തിലുള്ള ആ പിക്ചറും താഴെ അതിലെ ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാം.
ഇത് ആദ്യമേ നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റിലുള്ള പിക്ചറാണ്. അതിൻ്റെ താഴെ ഇതിനകത്തുള്ള ടെക്സ്റ്റുകൾ നമുക്ക് എഡിറ്റബിളായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പിക്ചറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുവാൻ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആ ശേഖരിച്ച വിവരങ്ങൾ വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യുവാൻ, ഇവിടെ ഞാൻ കളറൊന്ന് മാറ്റുകയാണ്, വീണ്ടും ബ്ലാക്ക് കളറിലേക്ക് മാറ്റുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവിൽ സേവ് ആവുകയാണ്. അപ്പം നമുക്ക് സേവ് ചെയ്യുന്നതിന് വേണമെങ്കിൽ മുമ്പായിട്ട് ഈ ആദ്യം കാണിക്കുന്ന ഈ പിക്ചർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്തേക്കാം. നമുക്ക് ആവശ്യമില്ല ഇനി. അത് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനാണ് അങ്ങനെ ഒരു സൗകര്യം തന്നിരിക്കുന്നത്. ഗൂഗിൾ ഡ്രൈവിൽ സേവായി. നമ്മൾ ഈ ടാബ് ക്ലോസ് ചെയ്യുകയാണ്. തിരിച്ചു ചെല്ലുമ്പോൾ ഇതേ പേരിൽ നമുക്ക് വീണ്ടും ഒരു ഗൂഗിൾ ഡോക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒറിജിനൽ ഫയലുകൾ അവിടെ ഉണ്ട്, PDF-ലും ഇമേജും ഒക്കെ ഒറിജിനൽ ഫയലുകൾ അവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഫയലുകളും അവിടെ ലഭിക്കും. നമ്മൾ കണ്ട ഗൂഗിൾ ഡ്രൈവിൻ്റെ ആദ്യത്തെ ടിപ്പിൽ OCR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന ഫീച്ചറാണ് അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ ഈ ഗൂഗിൾ ഡ്രൈവിൽ നിരവധി ഫയലുകൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫയൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ സെർച്ച് സൗകര്യം ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലെ ഫയലുകൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് സെർച്ച് ഉപയോഗിക്കാം. ഇവിടെ ഈ സെർച്ചിൻ്റെ പ്രത്യേകത, നമ്മൾ ഇമേജ് ഫയലുകൾ, PDF, ഡോക്യുമെന്റ്സ്, അങ്ങനെ പല തരത്തിൽപ്പെട്ട ഫയലുകളിൽ നിന്ന് സെർച്ച് ചെയ്ത് അതിനകത്ത് പോലും ആ ഫയലിന്റെ കണ്ടന്റിനുള്ളിൽ പോലും നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന വാക്കുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് റിസൾട്ട് തരുവാണ്. ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ ടിപ്പ് കാണാം. ഗൂഗിൾ ഡ്രൈവിന്റെ സെർച്ച് ഫെസിലിറ്റിയാണ് രണ്ടാമത്തെ ടിപ്പ്. ഗൂഗിൾ ഡ്രൈവ് മറ്റ് സൗകര്യം നമുക്ക് തരുന്നത് ഡ്രൈവിനുള്ളിലെ ഫയലുകൾ സെർച്ച് ചെയ്യാനുള്ള സൗകര്യമാണ്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കൊറോണ എന്ന വേർഡ് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പം ധാരാളം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. 4 റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആ 4 ഫയലിൻ്റെ പേരിലും എവിടെയും കൊറോണ എന്ന വാക്കില്ല. അത് ഒരെണ്ണം PDF ആണ്, ഒരെണ്ണം ഒരു പിക്ചറാണ്, മറ്റ് 2 ഡോക്യുമെൻ്റ് ഫയലുകളാണ്. പിക്ചറിൽ നിന്ന് പോലും വിവരം ശേഖരിച്ച് അതിനുള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത സെർച്ച് ചെയ്ത വാക്ക് ഉണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷമാണ് റിസൾട്ട് ജനറേറ്റ് ചെയ്യുക. അപ്പം ഞാൻ ആ നേരത്തെ ഉപയോഗിച്ച PDF ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ PDF-ൻ്റെ അകത്തുള്ള പേജുകളിൽ മൾട്ടിപേജ് PDF ആണ്. അതിനകത്ത് കൊറോണ എന്ന വാക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്ത പിക്ചർ, ഒറിജിനൽ പിക്ചർ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് കൊറോണ എന്ന വാക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് OCR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന ഫീച്ചർ ഉപയോഗിച്ചാണ് ഗൂഗിൾ ഡ്രൈവ് ഇത് ചെയ്യുന്നത്. ഗൂഗിൾ ഡ്രൈവിൻ്റെ മൂന്നാമത്തെ ടിപ്പ് ഞാൻ ഫോണിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഡ്രൈവ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിലെ, പത്രത്തിലെയും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലെയൊക്കെ കണ്ടന്റ് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്രകാരം സ്കാൻ ചെയ്യുന്ന കണ്ടന്റ് PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഗൂഗിൾ ഡ്രൈവ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സേവ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഡ്രൈവിൽ നമുക്ക് മറ്റ് ഡിവൈസുകളിൽ നിന്ന് പോലും ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ മൂന്നാമത്തെ ടിപ്പ് കാണാം. അടുത്ത ഫോണിലുള്ള ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ സൗകര്യമാണ്. ഫോണിലുള്ള ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലസ് ചിഹ്നം ലഭിക്കുന്നു. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്കാൻ ബട്ടൺ കിട്ടും. സ്കാൻ ബട്ടൺ കിട്ടുമ്പോൾ നമ്മുടെ ക്യാമറ നമുക്ക് എനേബിൾ ചെയ്യാം. ക്യാമറ എനേബിൾ ചെയ്ത് ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻ സൂം ലെവൽ ചെയ്തതിന് ശേഷം ഫോട്ടോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യുന്നതിന് വേണ്ടി ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യുന്നു. ഇപ്പം നമ്മളോട് അതിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. സ്കാൻഡ് എന്ന് പറഞ്ഞാണ് കാണിച്ചത്. അതിന് പകരം ഞാൻ DVMS യൂസേഴ്സ് എന്ന ഒരു പേര് കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്കിത് കമ്പ്യൂട്ടറിലേക്ക്, ഇപ്പോൾ ഇത് ഫോണിൻ്റെ സ്ക്രീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ സേവിങ് പൂർത്തിയായ ഉടൻ തന്നെ ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡ്രൈവ് ഓപ്പൺ ചെയ്യുകയാണ്. അവിടെ റീസെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം DVMS users.pdf എന്ന ഡോക്യുമെൻ്റ്
നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്കാൻ ചെയ്ത ടെക്സ്റ്റിൽ നിന്ന് സ്കാൻ ചെയ്ത ഭാഗം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ എഡിറ്റ് ചെയ്യുന്നത് ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ചായതുകൊണ്ട് ഇതൊരു ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ ഡ്രൈവിൽ സേവ് ആകുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാം, ആ ഗൂഗിൾ ഡോക്സിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് വിടുകയാണ്. ആ ടെക്സ്റ്റിൻ്റെ ടൈറ്റിൽ അവിടെ വന്നതാണ്, ആ ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്തു. ബാക്കിയൊന്നും തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. ഇത് DBMS യൂസേഴ്സ് എന്ന പേരിൽ സേവ് ചെയ്യുന്നു. ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ട്. ഞാൻ ആ ടാബ് ക്ലോസ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം DBMS യൂസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റ് അവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഫോണിൽ സ്കാൻ ചെയ്ത ഉടൻ തന്നെ നമുക്ക് ഡ്രൈവിൽ ലഭിക്കുന്നു. വീണ്ടും അത് നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും PDF ആക്കി എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മുടെ ഫോണിൽ നമ്മൾ ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്താണ് നമ്മൾ കമ്പ്യൂട്ടറിൽ അത് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം സ്കാൻ ചെയ്ത PDF ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇത് ഷെയർ ചെയ്യുന്ന അവസരത്തിൽ മറ്റ് ധാരാളം ആൾക്കാരുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള സൗകര്യം ഗൂഗിൾ ഡ്രൈവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമുക്ക് അവരുടെ ഇമെയിൽ ID ഉപയോഗിച്ച് അല്ലെങ്കിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരുമായിട്ട് നമുക്ക് നമ്മുടെ ഫയലുകൾ ഷെയർ ചെയ്യാം. ഇപ്രകാരം ഷെയർ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഫയലുകളിൽ മാറ്റം വരുത്താതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് PDF ഫോർമാറ്റിൽ തന്നെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ PDF ഫോർമാറ്റിൽ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് അത് PDF ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ ഷെയറബിൾ ലിങ്ക് എടുത്ത് നമ്മുടെ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ കോപ്പി ചെയ്യുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മളൊരു ചെറിയ മാറ്റം വരുത്തുന്നു. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണ് ഈ മാറ്റം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഇപ്രകാരം മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഫയല് PDF ഡോക്യുമെൻ്റ് ആയിട്ട്, അത് ഷീറ്റ് ആണെങ്കിലും ശരി ഡോക്യുമെൻ്റ് ആണെങ്കിലും ശരി, അത് PDF ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടും. അത് നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് എളുപ്പത്തിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിരവധി ഡോക്യുമെൻറ്റുകളും ഷീറ്റുകളും PDF ഒക്കെ കാണും. ഇത് പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുമ്പം അവരത് ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ഷെയർ ചെയ്യുമ്പോൾ PDF ആയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഗെറ്റ് ഷെയറബിൾ ലിങ്ക് എന്ന ഓപ്ഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് നമുക്ക് അവിടെ ലഭിക്കും. ആ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുകയാണ്. കോപ്പി ലിങ്ക് ഓപ്ഷൻ ഉപയോഗിച്ച് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാനൊരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുകയാണ്. അവിടെ ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഷെയറബിൾ ലിങ്ക് നമുക്കവിടെ അഡ്രസ് ബാറിൽ കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ അവസാന സ്ലാഷിന് ശേഷമുള്ള ഭാഗം ഞാൻ എക്സ്പോർട്ട് ഫോർമാറ്റ് ഈക്വൽ ടു PDF എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ ഗൂഗിൾ ഡോക്ക് വീണ്ടും PDF ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷീറ്റ്സ് ഡോക്സ് ഒക്കെ നമുക്ക് PDF ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെട്ടു. ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് നേരത്തെ എഡിറ്റ് ചെയ്ത അതേ ഡോക്ക് ഇവിടെ PDF ആയിട്ട് ലഭിക്കുന്നത് കാണാം. അപ്പം ഇന്നത്തെ ടിപ്പുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഗൂഗിൾ ഡ്രൈവിൻ്റെ ഏതാനും ചില ടിപ്പുകൾ കൂടി അടുത്ത വീഡിയോ ആയി ഇതിൻ്റെ പാർട്ട് 2 ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാക്കി ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ടിപ്സ് ആൻഡ് ട്രിക്സ് സെയിങ് ഗുഡ് ബൈ.